എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇന്നലെ റെയിൽവേ എക്സാംസിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ALPയുടെ ഡേറ്റ് വന്നു, ടെക്നീഷ്യന്റെ ഡേറ്റ് വന്നു, ദെൻ JEയുടെ ഡേറ്റ് വന്നു, RPF SIയുടെ ഡേറ്റ് വന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇനി അടുത്ത് വരാനുള്ളത് ആരാണ്? NTPC ആണ്. NTPCയുടെ എക്സാം എന്ന് പ്രതീക്ഷിക്കാം. ഇതിനു മുമ്പ് എല്ലാവരും പ്രതീക്ഷ എപ്പോഴാന്ന് ചോദിച്ചാൽ ഒരു 2025 ഒരു മാർച്ച് ഏപ്രിൽ മെയ്, പ്രത്യേകിച്ച് ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ എക്സാം കാണുമെന്നൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ മക്കളെ, ഇനി അത്രയും നീളം ഒന്നും കാണത്തില്ല. നമുക്ക് ജനുവരി മാസമോ അല്ലെങ്കിൽ ഫെബ്രുവരി മാസമോ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അതായത് ഒരു ഫെബ്രുവരി മാസം നിങ്ങൾ ഉറപ്പിച്ചോ, ഫെബ്രുവരി മാസം ഇതിന്റെ എക്സാം നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇനിയുള്ള ഈ ദിവസം നമുക്ക് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ നമുക്ക് മികച്ചൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം, ആ സ്റ്റഡി പ്ലാൻ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാം, അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ഒരുപാട് സ്റ്റഡി പ്ലാനും ബാക്കിയെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എനിക്ക് ഇങ്ങനെ പഠിക്കാം, അങ്ങനെ പഠിക്കാം, ബാക്കിയെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ പ്രധാനപ്പെട്ട സംഭവം എന്താണ്? ഇതിലെങ്ങനെ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. നമ്മളൊരു പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്തു, അതിനെങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം, എങ്ങനെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NTPCക്ക് വേണ്ടിയിട്ട് ഒരു പക്കയായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറയാം, ഒരു 15 ദിവസത്തെ ക്രാഷ് ബാച്ച് ജോലി ഉറപ്പിക്കാം, ഒരു 30 ദിവസത്തെ ക്രാഷ് ബാച്ച് ജോലി ഉറപ്പിക്കാം. ഒരു അത്ഭുതവും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കാശ് കൊണ്ട് കുറെ കളയാമെന്നല്ലാതെ അതിനകത്ത് ഒരിക്കലും ഒരു റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു 15 ദിവസം കൊണ്ടോ 30 ദിവസം കൊണ്ടോ നമുക്ക് ഇത് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. മിനിമം നമുക്ക് ഇതിനകത്ത് ഒരു 3 മാസമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറ്റിവെക്കണം. മിനിമം നമ്മൾ മാറ്റിവെച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവിടെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം. സോ ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം? സമയം ഇൻവെസ്റ്റ് ചെയ്യണം. കുറച്ച് കാലം വേണ്ടി വരും. ആദ്യം നമുക്ക് ഒരു അത്ഭുതവും കാണിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഗ്രാജുവലി നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ആ സ്ട്രാറ്റജിയിൽ നമ്മൾ എത്തിയിരിക്കും. അവിടെ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്? അപ്പോൾ ഫസ്റ്റ് നോക്കുക, നമുക്കൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് സെറ്റ് ചെയ്യാം. സോ അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഫാക്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പേരെ ജോലി കിട്ടിയ കാര്യം നിങ്ങൾക്കറിയാം അല്ലെ? നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അവരോട് പോയിട്ട് ചോദിക്കുക, ചേച്ചി, ചേട്ടാ, അല്ലെങ്കിൽ അനിയത്തി, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടിയത്? അവർ ഈ പറയുന്നതെല്ലാം ഞാൻ പറയാൻ പോകുന്ന ഈ സെയിം കാര്യമായിരിക്കും എന്ത് ചെയ്യുന്നത്, അവര് പറയുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഞാൻ ഇവിടെ 2 ആൾക്കാരെ എടുത്തേക്കാം. 2 ആൾക്കാരെ എടുത്തേക്കുന്നു. ഒന്നാമത്തേത് X ആണ്, രണ്ടാമത്തേത് Y ആണ്. അങ്ങനെ 2 ആൾക്കാരെ ഞാൻ ഇവിടെ എടുത്തേക്കാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. X ഉണ്ട്, ഞാൻ അത് കഴിഞ്ഞ് Y ഉണ്ട്. അപ്പൊ ചില ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ ഒരുപാട് കാലം കൊണ്ട് അവർ പഠിക്കായിരിക്കാം, പക്ഷെ അവർക്ക് ഒരിക്കലും എന്തുണ്ടാവത്തില്ല, ജോലി കിട്ടത്തില്ല, റിസൾട്ട് ഉണ്ടാവത്തില്ല. നോക്കുമ്പോൾ വർഷങ്ങൾ കൊണ്ട് പഠിക്കുന്നു, അപ്പോൾ പക്ഷെ റിസൾട്ട് ഉണ്ടാവാൻ പാടായിരിക്കും. ചിലപ്പോൾ നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാലം കൊണ്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ ഇതുകൊണ്ടാണോ നമുക്ക് ജോലി കിട്ടാത്തല്ല. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ജസ്റ്റ് ഒരു എറർ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ആലോചിച്ച് നോക്കേ, Y എന്നൊരു കുട്ടി ഒരു 2 വർഷം കൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. 2 അല്ല പോട്ടെ, ഒരു 3 വർഷം കൊണ്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. 3 വർഷം കൊണ്ട് എക്സാമിന് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യും. ചില ആൾക്കാർ 6 മാസം കൊണ്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യും? ജോലി കിട്ടി പോകുന്ന ആൾക്കാർ കാണും. അല്ലെങ്കിൽ 1 വർഷം കൊണ്ട്, 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ജോലി കിട്ടി പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളുള്ള ബേസിക് വ്യത്യാസം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ Y എന്ന് പറയുന്ന ഈ കുട്ടി എല്ലാ ദിവസവും 1 മണിക്കൂറായിരിക്കും എന്ത് ചെയ്യുന്നത്, പോട്ടെ 1.5 മണിക്കൂറായിരിക്കും എന്ത് ചെയ്യുന്നത്, എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ചേക്കുന്നത്. ചില ദിവസങ്ങളിൽ 2 മണിക്കൂറൊക്കെ എന്ത് ചെയ്യാറുണ്ട്, പഠിക്കാറുണ്ട്. പക്ഷേ ഇവിടെ നോക്കുക, ഈ Y എന്ന് പറയുന്ന ഈ കുട്ടി ഒരു ദിവസം 1 മണിക്കൂർ പഠിക്കുന്നു, 1.5 മണിക്കൂർ പഠിക്കുന്നു എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. ഇപ്പൊ ഞാൻ ഒരു ദിവസം 1.5 മണിക്കൂർ പഠിക്കാം, എനിക്ക് എന്തൊക്കെ തീർക്കാൻ പറ്റും? ഒരു പുതിയ ടോപ്പിക്ക് ചിലപ്പോൾ തീർക്കാൻ പറ്റും. അവിടെ റിവിഷൻ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും റിവിഷൻ കൊടുക്കാൻ പറ്റത്തില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ടോപ്പിക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റത്തില്ല. കറണ്ട് അഫയേഴ്സ് എഫേർട്ട് കൊടുക്കാൻ പറ്റത്തില്ല. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നും ഇവിടെ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നു, നാളെ മറ്റൊരു ടോപ്പിക്ക് പഠിക്കുന്നു, വീണ്ടും മറ്റൊരു ടോപ്പിക്ക് പഠിക്കുന്നു. ചിലപ്പോൾ ഇന്ന് ഞാൻ കെമിസ്ട്രിയിൽ ഒരു ടോപ്പിക്ക് നോക്കുന്നു, അടുത്ത ഫിസിക്സിൽ ഒരു ടോപ്പിക്ക് നോക്കുന്നു, മാത്സിൽ ഒരു ടോപ്പിക്ക് നോക്കുന്നു, റീസണിങ്ങിൽ ഒരു ടോപ്പിക്ക് നോക്കുന്നു. തിരിച്ച് ഞാൻ ആദ്യം പഠിച്ച വിഷയത്തിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ദിവസമെങ്കിലും എന്ത് ചെയ്യും, സമയമെടുക്കും അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ ഇന്ന് വായിച്ച ഒരു സാധനം ഒരു 10 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്ന് വായിക്കാം, എനിക്ക് എന്തെങ്കിലും ഓർമ്മ കാണും? ഒന്നും കാണത്തില്ല. നമ്മൾ ഈ ടോപ്പിക്ക് എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കും. ഇനി ചില ആൾക്കാരുണ്ട്, ഭയങ്കര പഠിത്തമായിരിക്കും. ഇന്ന് ഒരു 5-6 മണിക്കൂർ എന്ത് ചെയ്യും, കുത്തിയിരുന്ന് അങ്ങ് പഠിക്കും. നാളെ ഒരു 6 മണിക്കൂർ എന്ത് ചെയ്യും, കുത്തിയിരുന്ന് പഠിക്കും. പക്ഷേ മറ്റൊന്ന് എന്ത് സംഭവിക്കും, അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാണും, ഒരു കല്യാണം കാണും,
ഒരു പാലുകാശയാണ്, ബാക്കിയെല്ലാം കാണാം. അപ്പോൾ വിചാരിക്കും ഇന്ന് എന്തായാലും കല്യാണത്തിനൊക്കെ പോയിട്ട് വരാം, നാളെ എന്ത് ചെയ്യാം, നാളെ തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. അപ്പോൾ നാളെ രാവിലെ വിചാരിക്കും ചിലപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കും ഒരു കല്യാണ ഫംഗ്ഷൻ ബാക്കിയെല്ലാം വന്ന്. അപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വിചാരിക്കും ഇന്ന് വന്ന ദിവസമാണ്, വെള്ളിയാണ് വന്ന ദിവസം. ഓക്കെ, അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് എന്ത് ചെയ്യും, തിങ്കളാഴ്ച തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ തിങ്കളാഴ്ച നമ്മൾ വിചാരിക്കും ജ്യോതിഷം കാരണം കുറച്ചും കൂടെ നല്ലത്, രാഹുവൊക്കെ നോക്കി വരുമ്പോൾ ബുധനാഴ്ച നല്ല ദിവസമാണ്. ബുധനാഴ്ച എന്ത് ചെയ്യും, വീണ്ടും വന്ന് ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. ഒരു 3 ദിവസം ഒരു 6 മണിക്കൂറൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് അങ്ങ് പഠിക്കും. ശനിയാഴ്ച ആകുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കയറി വരും. ഞായറാഴ്ച ആകുമ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ കയറി വരും. വീണ്ടും 2 ദിവസം ബ്രേക്ക് കൊടുക്കാം. അവിടെ ഒരിക്കലും എന്തുണ്ടാവത്തില്ല, റിസൾട്ട് ഉണ്ടാവത്തില്ല. പറയാൻ ഒരുപാട് കാരണങ്ങൾ കാണും, എനിക്ക് പറയാൻ ഒരുപാട് കാരണങ്ങൾ കാണും, നിങ്ങൾക്കും പറയാൻ ഒരുപാട് കാരണങ്ങൾ കാണും. പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് മക്കളുണ്ട്, ഓക്കെയാണ്, എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുണ്ട്, എനിക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാനുണ്ട്, ജോലിയുണ്ട്, പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒന്നും അങ്ങനെ പഠിക്കാതിരിക്കാനായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും. അപ്പോൾ അവരോടെല്ലാം എനിക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളതൊരിക്കലും പേഴ്സണലായിട്ട് എടുക്കരുത്, ജസ്റ്റ് ഞാൻ പറയുന്ന ആ ഒരു കണ്ടന്റ് മാത്രം എന്ത് ചെയ്യാൻ നോക്കുക. അപ്പോൾ എല്ലാവർക്കും പറയാനൊരു കാരണമുണ്ട്, ഇന്ന സംഭവം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് നാളെ ജോലി കിട്ടുകയാണെന്ന് സങ്കല്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഉള്ള സാഹചര്യങ്ങൾ, കണ്ടീഷൻസ് എല്ലാം നാളെയും അതുപോലെ തന്നെയുണ്ട്, അല്ലേ? ഇന്ന് നിങ്ങൾക്ക് മക്കളെ നോക്കാനുണ്ടെങ്കിൽ നാളെയും മക്കളെ നോക്കാനുണ്ട്. ഇന്ന് നിങ്ങൾക്ക് കുടുംബകാര്യങ്ങൾ നോക്കാനുണ്ടെങ്കിൽ നാളെയും അത് നോക്കാനുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഒരു ഫംഗ്ഷന് പോകാനുണ്ടെങ്കിൽ നാളെയും അത് ഫംഗ്ഷൻ ചെയ്യാനുണ്ട്, ആ ഫംഗ്ഷന് പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നാളെ ജോലി കിട്ടുമ്പോൾ നിങ്ങൾ ജോലി മാറ്റി വെച്ച് ജോലിക്ക് പോവാതെ ഇതിലോട്ടൊക്കെ നിങ്ങൾ പോകും? ഒരിക്കലും പോകത്തില്ല. എല്ലാവരും എന്ത് ചെയ്യും, എല്ലാ ദിവസവും ജോലിക്ക് പോയിട്ട് ബാക്കിയുള്ള സമയം ഒരിക്കലും എന്ത് ചെയ്യുന്നത്, ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കേ, അന്ന് നിങ്ങൾക്ക് അതൊക്കെ മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ ഇന്നും എന്ത് ചെയ്യാൻ പറ്റും, അതെല്ലാം മാറ്റി വെക്കാൻ പറ്റും, അല്ലെ? സോ പ്രയോറിറ്റിയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ എന്ത് പ്രയോറിറ്റൈസ് ചെയ്യുന്നോ അതാണ് ഏറ്റവും വലിയ കാര്യം. സോ നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായിരിക്കണം, പഠിത്തമായിരിക്കണം. അതായത് ഞാനൊരു 5 മണിക്കൂർ പഠിച്ചതിന് ശേഷം മാത്രമേ ബാക്കി എന്ത് കാര്യത്തിനായാലും ഇറങ്ങത്തുള്ളൂ. സോ നിങ്ങളൊരു 6 മണിക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 11 മണിയാകുമ്പോൾ എന്ത് ചെയ്യും, പരിപാടി തീരും. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 5 മണിക്കൂറെങ്കിലും മിനിമം എന്ത് ചെയ്യണം, എല്ലാ ദിവസവും ആകാശം ഇടിഞ്ഞ് വീണില്ല എങ്കിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇപ്പൊ ഇവിടെ റിസൾട്ട് ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവത്തില്ല. ബ്രേക്ക് കൊടുക്കുന്നു, എല്ലാ ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, പുതിയ ക്വസ്റ്റ്യൻസ് നോക്കാൻ പറ്റുന്നില്ല, ഒന്നും ഇവിടെ പറ്റത്തില്ല. സോ എത്ര കാലം പഠിച്ചാലും ഇതിങ്ങനെ നീണ്ടു പോകുമെന്നല്ലാതെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ മാത്രമല്ല, PSC എക്സാം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പോയി, പക്ഷേ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചിട്ട് പോയി. അവിടെ ചിലപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായിരിക്കും, സിമ്പിളും ആയിരിക്കും. ആ ഭാഗ്യം കൂടെ, ലാസ്റ്റ് ആ ഒരു മൊമെന്റും കൂടെ നമുക്ക് വേണം, ആ ഒരു എക്സാം സമയം നമുക്ക് അനുകൂലമായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ടോപ്പിക്സോ ഒരുപാട് പോർഷൻസോ ബാക്കിയൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവത്തുള്ളൂ, റിസൾട്ട് ഉണ്ടാവത്തുള്ളൂ, നെഗറ്റീവ് കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്ര കാലം പോയാലും റിസൾട്ട് എന്ത് ചെയ്യത്തില്ല, ഉണ്ടാവത്തില്ല. പക്ഷേ ചില ആൾക്കാർ ഒരു 6 മാസം കൊണ്ട് 1 വർഷം കൊണ്ടൊക്കെ പഠിച്ച് ജോലി കിട്ടുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ 4 മാസം കൊണ്ട് സെൻട്രൽ എക്സാംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. PSC ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം വേണം. കാര്യം എന്ന് വെച്ചാൽ PSC നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 3 മാസം ഒരിക്കലും ഒരു PSC എക്സാമിന് പറയത്തില്ല. എന്താണെന്നറിയോ, ഒരു അത്ഭുതത്തോടെ കാണിക്കാൻ പറ്റത്തില്ല. അത് തന്നെയാണ് കാരണം. ഒരു PSC എക്സാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ GK ഇഷ്ടംമാതിരി പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ GKക്കകത്ത് പഠിക്കാനുണ്ട്. പക്ഷേ സെൻട്രൽ എക്സാംസ് വരുമ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താൽ GKക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടോപ്പിക്കിൽ നിന്നാണ് എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഒരുമാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ചുരുങ്ങിയ സമയം കൊണ്ട്, ഒരു 4 മാസം കൊണ്ട് 3.5 മാസം കൊണ്ടൊക്കെ നമുക്ക് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു സെൻട്രൽ എക്സാമിന് PSCക്ക് അത് പറ്റണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളൊരു സെൻട്രൽ എക്സാംസിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കാം, ഒരു 4 മാസം കൊണ്ട് എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. ഒരു കുട്ടി എല്ലാ ദിവസവും 6 മണിക്കൂർ എന്ത് ചെയ്യുന്നു, പഠിത്തത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണെന്ന് സങ്കല്പിക്കാം. എല്ലാ ദിവസവും 6 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു. ആകാശം ഇടിഞ്ഞ് വീണില്ലെങ്കിൽ 6 മണിക്കൂർ മാറ്റി വയ്ക്കുന്നു. അപ്പോൾ ആ കുട്ടിക്ക് ഒരു ടോപ്പിക്ക് റിവിഷൻ കൂടെ, ഒരു ടോപ്പിക്ക് പുതുതായിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കാൻ പറ്റും, അല്ലെ? മുമ്പ് പഠിച്ച ടോപ്പിക്കൾക്ക് റിവിഷൻ കൊടുക്കാൻ പറ്റും, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ സമയം കിട്ടും, പിന്നെ അത് കഴിഞ്ഞ് കറണ്ട് അഫയേഴ്സ് നോക്കാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും ആ കുട്ടി കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ ടോപ്പിക് അല്ലെങ്കിൽ 2 ടോപ്പിക്കൊക്കെ വെച്ച് പഠിച്ച് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3.5 മാസം കൊണ്ട് 105 പുതിയ ടോപ്പിക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ മാക്സിമം റീസണിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ NTPCക്ക് എത്ര ടോപ്പിക്കുകൾ ഉണ്ടെന്ന് അറിയാം. മാക്സിമം റീസണിങ് നോക്കുകയാണെങ്കിൽ NTPCക്ക് 31 ടോപ്പിക്കുകളാണ് ആകെ ഉള്ളത്. സോ നോക്കിയേ, 31 ദിവസം കൊണ്ട് മാക്സിമം റീസണിങ് എന്ത് ചെയ്യാം, തീർക്കാൻ പറ്റും. ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ച് മാത്രം പഠിച്ചാൽ മതി.
അപ്പോൾ നിങ്ങൾ വിചാരിക്കുമേ അതങ്ങനെ ഒരു ദിവസം ഒരു ടോപ്പിക്ക് വെച്ചിട്ട് വേണമെന്ന് വെച്ചാൽ എല്ലാം പഠിക്കാൻ പറ്റും. ജോലി മേടിക്കേണ്ടത് ആരുടെ മാത്രം ആവശ്യമാണ്, നമ്മുടെ മാത്രം ആവശ്യമാണ്. അല്ലാതെ റെയിൽവേക്ക് നിങ്ങൾക്ക് ജോലി എന്നിട്ട് ഒന്നും കിട്ടാനില്ല. നമ്മൾ റെയിൽവേയിൽ ജോലി കയറേണ്ട അല്ലെങ്കിൽ ഒരു എക്സാമിന് കയറേണ്ട, അത് ആവശ്യം ആരുടെയാണ്, നമ്മുടെ മാത്രമാണ്. അപ്പോൾ പഠിച്ചേ പറ്റത്തുള്ളൂ, ഒരു എക്സ്ക്യൂസും പറയേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യാം, ജി കെയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. 40 മാർക്കാണ് ജി കെ വരുന്നത്. CBT 1-നാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ബാക്കിയുള്ള ദിവസം ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 70 ടോപ്പിക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും, റിവിഷൻ കൊടുക്കാൻ പറ്റും, പുതിയ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഈ എക്സിന് എന്ത് ചെയ്യാൻ പറ്റും, ജോലി മേടിക്കാൻ പറ്റും. പക്ഷെ വൈക്കാണെങ്കിലും ഒരിക്കലും റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം, നമ്മൾ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം നമുക്കും NTPCയുടെ ബാച്ചസ് ഉണ്ട്, പുറത്തും NTPCയുടെ ബാച്ചസ് ഉണ്ട്. അപ്പോൾ NTPCയുടെ ബാച്ചസ് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറയാണ്. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരു ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് നമ്മൾ ഇതിലേക്ക് വന്നാൽ നമ്മുടെ കാശ് പോകുമെന്നല്ലാതെ ഒരു റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല. അതായത് ബാക്കി എല്ലാ കാര്യങ്ങളും എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ പഠിത്തത്തിലേക്ക് വന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ഫസ്റ്റ് പ്രയോറിറ്റി, പഠിത്തം മാറ്റി വെച്ചിട്ടൊക്കെ പഠിത്തം പിന്നെ എപ്പോഴെങ്കിലും ആവാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്തുണ്ടാകാൻ പോകുന്നില്ല, റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. സോ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ, ഇതിലേക്ക് വന്നു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ മിനിമം എല്ലാ ദിവസവും ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ എന്തുണ്ടാക്കാൻ പറ്റത്തുള്ളൂ, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ ഇതിൽ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ നിങ്ങൾ തുടങ്ങുമ്പോൾ, ജോയിൻ ചെയ്യുമ്പോൾ ഒരു വാക്ക് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരുപാട് ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടും, ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു പെയ്ഡ് ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ സമയം മാറ്റി വെക്കാൻ എന്തായിരിക്കണം, വില്ലിംഗ് ആയിരിക്കണം. നമ്മളൊരു ദിവസം ചുരുങ്ങിയത് 5 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാൻ നമ്മൾ വില്ലിംഗ് ആയിരിക്കണം. എന്നാലേ നമുക്ക് ഈ എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത് നമുക്ക് എക്സാം ഡേറ്റ് നമുക്ക് എന്ന് പ്രതീക്ഷിക്കാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, എക്സാം ഡേറ്റ് നമുക്ക് ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, NTPCയുടെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. സോ പ്രിപ്പറേഷനായിട്ട് ഒരു 3.5 മാസം മാത്രമേ നമുക്കിവിടെ എന്ത് ചെയ്യത്തുള്ളൂ, പ്രിപ്പറേഷനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി അത് കഴിഞ്ഞ് അടുത്ത് ഇതിന്റെ കോമ്പറ്റീഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മൊത്തം ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു സോണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ സോണിൽ എത്രത്തോളം ആൾക്കാർ വരുന്നോ അത്രത്തോളം എന്ത് ചെയ്യും, നമ്മൾ കോമ്പറ്റീഷൻ കൂടും. സ്വാഭാവികമായിട്ട് നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്ന് തന്നെ വെച്ചേക്കാം. പക്ഷെ ഇങ്ങനെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരണം, നമ്മൾ മത്സരിക്കുന്നത് ആരോട് തന്നെയാണ്, മനുഷ്യരോട് തന്നെയാണ് മത്സരിക്കുന്നത്. നമ്മളോടൊപ്പം ജനിച്ച മനുഷ്യരോട് തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. നമുക്കില്ലാത്ത ഒരു സാധനം അവർക്കും ഇല്ല, അല്ലെങ്കിൽ അവർക്കുള്ള എല്ലാ സാധനം ആർക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. സോ എത്രത്തോളം എഫേർട്ട് കൊടുക്കാൻ നമ്മൾ വില്ലിംഗ് ആണോ, ആ എഫേർട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് റിസൾട്ട് തരും. അല്ലാതെ കോമ്പറ്റീഷൻ ഒരു ഘടകമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളിങ്ങനെ പുറകിലോട്ട് പോകേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഉള്ള സാധനം നമുക്കും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി, മാക്സിമം സമയം ഇതിന്റെ പുറകെ കുത്തിയിരുന്നാൽ മതി. അത് കഴിഞ്ഞ് എന്തായിരിക്കണം നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആദ്യം ഇപ്പൊ നമ്മുടെ ബാച്ചിനകത്ത് സ്റ്റാർട്ടിങ് 800+ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ ഇത്രേ പറയത്തുള്ളൂ, നിങ്ങൾ ആദ്യം ഈ MCQ ക്വസ്റ്റ്യൻസോ പേപ്പറുകളോ ഒന്ന് നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്ത്. അപ്പൊ നിങ്ങൾ ഒരു പ്രോ ലെവലാണ്, നിങ്ങൾക്ക് അത്യാവശ്യം കണ്ടന്റ് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോ, ഒരു പ്രശ്നമില്ല. പക്ഷേ ആസ് എ ബിഗിനർ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങരുത്. കാര്യം നിങ്ങളുടെ സമയം പോകത്തേ ഉള്ളൂ, അതിനകത്ത് ഒരു ഗുണവും വരാൻ പോകുന്നില്ല. സോ ആദ്യം എനിക്ക് പറയാനുള്ളത്, എല്ലാ ദിവസവും ഏറ്റവും ചുരുങ്ങിയത് ഒരു ടോപ്പിക്ക് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർക്കാം. എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു ടോപ്പിക്ക് വെച്ച് തീർക്കാം. അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനെ കൊടുക്കാവൂ, മാത്സ് റീസണിങ്ങിനെ കൊടുക്കാവൂ. ചുരുങ്ങിയത് ആദ്യം നിങ്ങൾ മാത്സും റീസണിങ്ങും ഒരു പകുതി ടോപ്പിക്കുകളെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾ തീർക്കാൻ ശ്രമിക്കാം. GK വേണം. കാര്യം മാത്സും റീസണിങ് മാത്രം പഠിച്ചാലും നമുക്ക് CBT 1 ഒന്നും പാസ്സാവാൻ പറ്റത്തില്ല, CBT 2 പാസ്സായി ജോലി കിട്ടാനും പോകുന്നില്ല. പക്ഷേ മാത്സിന് റീസണിങ്ങിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. കാര്യം 60 മാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് മാത്സും റീസണിങ്ങുമാണ്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനകത്ത് കൊടുക്കുക, മാത്സും റീസണിങ്ങിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ആദ്യം കുറേ ദിവസം കൊണ്ട് ഒരു പകുതി ടോപ്പിക്കുകളെങ്കിലും നമ്മൾ തീർക്കാൻ എന്ത് ചെയ്യാം, നമ്മൾ ശ്രമിക്കാം. ചുരുങ്ങിയത് നിങ്ങൾ ഏത് പഠിച്ചാലും കുഴപ്പമില്ല, ഒരു ദിവസം ചുരുങ്ങിയത് ഒരു ടോപ്പിക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അതിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിലെ മോക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, സെറ്റാവും. പിന്നെ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്താലും, ഇപ്പം നമ്മുടെ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ എവിടെ ജോയിൻ ചെയ്താലും
എല്ലാവരും നിങ്ങൾക്ക് മെറ്റീരിയൽസ് തരും. സോ മെറ്റീരിയലിന് താഴെ നിങ്ങൾ കുറച്ച് സ്പേസ് എന്ത് ചെയ്യുക, നിങ്ങൾ വിട്ടേക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മെറ്റീരിയൽ, നിങ്ങളിപ്പോൾ യൂട്യൂബ് കണ്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെറ്റീരിയൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് താഴെ കുറച്ച് സ്പേസ് ഇട്ടേക്കുക. കാര്യം ഓരോ ദിവസം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഓരോ സാധനങ്ങൾ ആഡായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ആൾക്കാരും ഇപ്പോൾ വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തരുമെന്നും പറയാൻ പറ്റുന്നില്ല. എവിടെ നിങ്ങൾ പഠിച്ചാലും ഒരു 80% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടും. ബാക്കി 20% നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, റിസർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു സ്പേസ് താഴെ അങ്ങ് വിട്ടേക്കുക. അതിൽ പുതുതായിട്ട് കിട്ടുന്ന ടോപ്പിക്കുകളൊക്കെ ആഡ് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ എഫേർട്ട് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. അല്ലാതെ ആരും നമ്മൾ ഇങ്ങോട്ട് തള്ളിത്തരത്തൊന്നുമില്ല. നമ്മൾ കുത്തിയിരുന്ന് പഠിക്കോ, അത്യാവശ്യം കണ്ടിട്ട് നമ്മളെല്ലാം എടുക്കോ, നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ജോലി കിട്ടും. അല്ലാതെ ബാക്കിയെല്ലാം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും ഒന്നുമില്ല. നമ്മൾ എഫേർട്ട് കൊടുത്താലേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ടോപ്പിക് വെച്ച് പഠിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു മാസമൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ അങ്ങ് പോകുക. അല്ലെങ്കിൽ ഒരു 25 ദിവസം അങ്ങനെ അങ്ങ് പോവുക. അപ്പോൾ കുറച്ച് ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും. എന്നതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. മറക്കരുത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോഴും പുതുതായിട്ട് ടോപ്പിക്കുകൾ പഠിക്കാൻ നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മാത്സ് റീസണിങ് പക്കയായിട്ട് സിലബസ് ഉണ്ട്. അതായത് മാത്സ് റീസണിങ് സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ സിലബസിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വീണ്ടും ഞാൻ അതിനെ വായിക്കുന്നില്ല. ഈ കാണുന്നതാണ് മാത്സും റീസണിങ്ങിന്റെയും സിലബസ് വരുന്നത്. ഓക്കെ, ഇവിടെ മാത്സും റീസണിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഇത്രയും ടോപ്പിക്കുകളാണ് മാത്സിനകത്ത് വരുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ടോപ്പിക്കുകളുണ്ട്. സോ 13 ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, മാത്സ് തീർക്കാൻ പറ്റും. ഇത്രയും സിലബസ് ആണ് അതിനകത്ത് വരുന്നത്, ഇത്രയും ടോപ്പിക്കുകളാണ് വരുന്നത്. അതേപോലെ ഈ കാണുന്നത് റീസണിങ്ങിന്റെ സിലബസ് ആണ്. റീസണിങ്ങിനകത്ത് ഇത്രയും ടോപ്പിക്കുകൾ വരുന്നുണ്ട്. ഇതെന്ത് ചെയ്യാം, നിങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് പഠിക്കാം. പകുതിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങൾ മറക്കരുത്, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ തുടങ്ങുമ്പോഴും എല്ലാ ദിവസവും ഒരു ടോപ്പിക് വെച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം, മസ്റ്റ് ആണത്. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ള ടോപ്പിക്കുകൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അല്ലാതെ ആദ്യം തൊട്ട് GK ആണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യത്തില്ല, സിലബസിന്റെ ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയത്തില്ല. നിങ്ങൾ മാക്സിമം റീസണിങ്ങും സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ പൊക്കെ കുഴപ്പമില്ല. പക്ഷേ GK വരുന്ന സമയത്ത് പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ മാർക്ക് കൂടുതൽ കിട്ടുന്ന ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ സ്റ്റാറ്റിക് GK എന്ന കുറേ ടോപ്പിക്കുകളുണ്ട്. അതായത് ദ ഹൈയസ്റ്റ്, ദ ബിഗ്ഗസ്റ്റ്, ഇന്ത്യയിലെ നാഷണൽ പാർക്കുകൾ, വാട്ടർഫോൾസ്, ദെൻ അത് കഴിഞ്ഞ് സ്ട്രക്ചർ ഓഫ് എർത്ത്, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഓഷ്യൻസ്, അത് കഴിഞ്ഞ് അറ്റ്മോസ്ഫിയർ, അങ്ങനെയൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ പഠിച്ചാൽ ഒരു മാർക്ക് നമുക്ക് ഉറപ്പാണ്. ഒരു മാർക്കല്ല, ആ ജോഗ്രഫിയിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒരു 4 ക്വസ്റ്റ്യൻസ് അതിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത് വരാൻ പോകുന്നത്. അപ്പോൾ പ്രാധാന്യം അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ GK പഠിക്കുക. പക്ഷേ മാത്സും റീസണിങ്ങും ഈ ഒരു സിലബസ് വൈസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി. സോ സ്റ്റാറ്റിക് GKയും കൂടെ നന്നായിട്ട് പഠിക്കുക. GKക്കകത്ത് ഒരു 10 മാർക്ക് 11 മാർക്കൊക്കെ ഏതിനകത്ത് വന്നിരിക്കും, സ്റ്റാറ്റിക് GKക്കകത്ത് വന്നിരിക്കും. അല്ലാതെ ജോഗ്രഫി, ഹിസ്റ്ററി അത് മാത്രമല്ല, സ്റ്റാറ്റിക് GK വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റാറ്റിക് GKയുടെ ടോപ്പിക്സ് ഞാൻ സിലബസിനകത്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ എനിക്ക് സ്ട്രാറ്റജി ആയിട്ട് വേറെ ഒന്നും പറയാനില്ല. കൺസിസ്റ്റൻസി ഈസ് ദ കീ. നിങ്ങൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നോ ആ സമയമാണ് നിങ്ങൾക്ക് റിസൾട്ട് ഇങ്ങോട്ട് തരുന്നത്. അല്ലാതെ ബുദ്ധിക്കൊന്നും ഒരു പ്രാധാന്യമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെയൊക്കെ കൂടെ സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ച ഫസ്റ്റ് റാങ്ക് കിട്ടിയ ഒരു കുട്ടിയെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. അവരൊക്കെ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ ജോലി കിട്ടി, IT ഫേമിൽ ജോലി കിട്ടി, അവരൊക്കെ വേറെ ഏതെങ്കിലും രാജ്യത്ത് കാണും. സോ ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരും ആവറേജോ ബിലോ ആവറേജോ ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളും അത് തന്നെയാണ്, അവരോട് നമ്മളാണ് എന്ത് ചെയ്യുന്നത്, പോയി മത്സരിക്കുന്നത്. സോ നമുക്ക് എത്രത്തോളം സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നോ ആ സമയമാണ് നമുക്ക് റിസൾട്ട് ഇങ്ങോട്ട് വരുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, സ്വപ്നങ്ങൾ കാണുക. നിങ്ങൾ റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് ചെയ്യുക, സ്വപ്നം കാണുക. അതിനുവേണ്ടി എന്ത് കൊടുക്കുക, സമയം കൊടുക്കുക, എഫേർട്ട് കൊടുക്കുക. ഉറപ്പായിട്ടും റിസൾട്ട് ഇങ്ങോട്ട് തരും. ആരും നമുക്കൊന്നും ചെയ്തു തരത്തില്ല, നമ്മൾ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ കാണത്തുള്ളൂ, എഫേർട്ട് കൊടുക്കാനായിട്ട് കാണത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത് നമ്മൾ NDPSയുടെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ക്ലാസ് ഒക്കെ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നിരിക്കും. സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മനുഷ്യ സാധ്യമായതെല്ലാം ആ ബാച്ചിനകത്ത് നമ്മൾ തന്നിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഓരോ കൺസേൺസ് നമ്മൾ എന്ത് ചെയ്തിരിക്കും, നമ്മൾ അഡ്രസ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് 200+ അവേഴ്സിന്റെ ക്ലാസ്സുകൾ അതിനകത്ത് കാണും. 240+ അവേഴ്സിന്റെ ക്ലാസ്സുകൾ അതിനകത്ത് കാണും. മാത്രമല്ല നമ്മൾ കുറെ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടി മാത്രം ഏതാണ്ട് ഒരു 25 സെഷൻസോളം നമ്മൾ ലൈവ് സെഷൻസ് നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ മെറ്റീരിയൽസ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 800 ക്വസ്റ്റ്യൻ പേപ്പറിൽ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബാച്ചിനകത്ത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, നമുക്ക് ബാച്ചിലേക്ക് വന്നാൽ മാത്രമേ പഠിക്കാവൂ അങ്ങനെ ഒരു അഭിപ്രായമൊന്നും എനിക്കില്ല. നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് കിട്ടണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. അല്ലാതെ എല്ലാ ക്ലാസ്സുകളും നമുക്ക് യൂട്യൂബിലും ബാക്കിയെല്ലാം കിട്ടും. പക്ഷേ
നിങ്ങൾക്ക് ഒരു സ്ട്രക്ചറായിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും കാശ് കൊടുക്കുന്നതല്ലേ, കാശ് കൊടുക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇത്രയും കാശ് കൊടുത്താണ് എനിക്ക് ജോലി കിട്ടിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ തീയായിട്ട് നിൽക്കും. അല്ലാതെ എൻ്റെ മനസ്സ് ഭയങ്കര സ്ട്രോങ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റെഫറൻസ് ഒരു മെറ്റീരിയൽ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് തർക്കമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാച്ചിനകത്ത് ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് മെന്റർ സപ്പോർട്ടാണ്, ഞാനായിരിക്കും മെന്റർ വരുന്നത്. അഥവാ നിങ്ങളുടെ മാർക്കൊക്കെ കുറവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും, നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് വൺ അടുത്ത അസസ്മെന്റ് ടെസ്റ്റും, അത് കഴിഞ്ഞ് കസ്റ്റമർ കെയർ സപ്പോർട്ടും, ടെലിഗ്രാം ഗ്രൂപ്പ്സും ബാക്കി എല്ലാം ഉണ്ട്. അപ്പോൾ ഏറ്റവും മികച്ച ക്ലാസ് നിങ്ങൾക്ക് തന്നിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഓരോ കൺസേണും നമ്മൾ അഡ്രസ് ചെയ്തിരിക്കും. ഇതാണ് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. നമ്മൾ നാളെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്ട്രാറ്റജി നിങ്ങൾ മറക്കണ്ട, ഒറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ, കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. എവിടെ നിങ്ങൾ ജോയിൻ ചെയ്താലും എല്ലാ ദിവസവും ഒരു 4-5 മണിക്കൂർ മാറ്റി വയ്ക്കാൻ തയ്യാറായി മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അല്ലാതെ നമുക്ക് ഒരിക്കലും ഒരു റിസൾട്ടും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ഉണ്ടാവാൻ പോകുന്നില്ല. സോ നന്നായിട്ട് വർക്ക് ചെയ്യുക. അതേപോലെ മക്കളെ, അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി അപ്ലൈ ചെയ്തോ. ലാസ്റ്റ് ഡേറ്റ് ഈ ഒക്ടോബർ 13 ഗ്രാജുവേറ്റ് പോസ്റ്റുകളാണ് ലാസ്റ്റ് ഡേറ്റ്. അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഈ മാസം 20 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു സിലബസ് ബാക്കിയെല്ലാം ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തേക്കുക. അതിനകത്ത് സിലബസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പ്രിപ്പറേഷൻ നന്നായിട്ട് കൊണ്ടുപോകും. എൻ്റെ സ്വപ്നം എന്താണെന്നറിയാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു ഇന്റർവ്യൂ നമുക്ക് എടുക്കാൻ പറ്റണം. ജോലി കിട്ടിയതിന് ശേഷമുള്ള ആ ഒരു ഇന്റർവ്യൂ, അതാണ് നമ്മൾ ജോയിൻ ചെയ്യുന്ന എല്ലാവരും ഇത് പറയാറുണ്ട്. അതാണ് നമ്മുടെ ആ ഒരു ബാച്ചിന്റെ ലക്ഷ്യം. നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക, കയറി പോവുക, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തോ. അപ്പോൾ മറ്റൊരു സെഷനിൽ കാണാം. താങ്ക് യു ഓൾ.